ജന്മദിനമാണ്. നാളെ മുതൽ 96 ഞാൻ പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കരുണമുണ്ട്. ഇക്കാലം അത്രയും തൈലാഭിഷേകം 2 പ്രാവശ്യം നടത്തി. ഇവിടെ മുതൽ താഴെ അറ്റം വരെയും 3 സർജറി ചെയ്തതിന്റെ പാടുകൾ നിങ്ങൾക്ക് കാണാം. നാക്കിൽ ക്യാൻസർ വന്നതാണ്. 2 പ്രാവശ്യം ക്യാൻസറിന് വിധേയനായി തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ ട്രീറ്റ്മെന്റിൽ പോയിട്ടുണ്ട്. ഭാരതത്തിലുള്ള 10 മേജർ ആശുപത്രികളിൽ പേഷ്യന്റായി പോകാനിടയായിട്ടുണ്ട്. ബോംബെ, മദ്രാസ്, ബംഗളൂർ, അതുപോലെ തന്നെ എറണാകുളം, കോട്ടയത്തുള്ള ഇങ്ങനെയെല്ലാം ഈ വിധത്തിലെല്ലാം വൈവിധ്യമാർന്ന രോഗങ്ങളും അതുപോലെ തന്നെ മറ്റ് അസ്വാസ്ഥ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 96 പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ അഭംഗുരമായി എന്നെ ചോദിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ സ്നേഹിച്ചെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ചിന്താവിഷയം വായിക്കുന്നവർ ഓസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്റെ പേർക്ക് ഒരാൾ ഫോൺ ചെയ്തു. അച്ഛായി ഞങ്ങൾ എന്നും വായിക്കുന്നതാണ്, അച്ഛനത് വിട്ടുകളയരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേർക്ക് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്ന്. ഏതായിരുന്നാലും ഇത്രയും സഹോദരങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വൈദികർ അതുപോലെ തന്നെ അവൈദികർ വ്യക്തികളെല്ലാം വന്ന് അവരുടെ അനുമോദനങ്ങളും അഭിവാദനങ്ങളും എല്ലാം അർപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചതിനുള്ള നന്ദി ഞാൻ ഈ സമയത്ത് ഹൃദയംഗമമായി എല്ലാവർക്കും അർപ്പിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന തുടരണമേ എന്നും കൂടി അപേക്ഷിക്കുന്നു. ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കട്ടെ. എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച വിശേഷം പോയി. ഇപ്പൊ എനിക്കിവിടെ ഇരിക്കുന്നവരെ ഒന്നും കാണാനൊന്നുമില്ല. ഞാൻ ഇടവരാണ്. വലത്തെ കണ്ണ് ഇപ്പോൾ ഒട്ടും കാഴ്ചയില്ല. പക്ഷേ അകത്തെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാം. അത് ഇന്നും ആ വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിഷ്ഠയ്ക്കൊന്നും ഒരു കുഴപ്പവുമില്ല. കൃത്യം 4 എഴുന്നേറ്റ് ആ പരിപാടികളെല്ലാം അന്നത്തെ പോലെ ഇന്നും തുടരുന്നു. ഇത് ഞാൻ പറഞ്ഞത് മറ്റൊന്നിനു വേണ്ടിയല്ല. പ്രായമായി എന്ന് പറഞ്ഞ് ഞാൻ ഉന്മാദിക്കാനല്ല. അപ്പോഴും ജീവിതത്തിന്റെ നിഷ്ഠയും ആ തത്വചിന്തകളും നമുക്ക് പുലർത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.